സ്വയംഭോഗത്തിലൂടെ രതിമൂർച്ചയിൽ എത്തുന്നതാണോ അതോ പങ്കാളിയുമായിട്ടൊരു സെക്സിലൂടെ രതിമൂർച്ചയിൽ എത്തുന്നതാണോ കൂടുതൽ സുഖം? പലർക്കും അറിയാൻ വളരെ താല്പര്യമുള്ള ഒരു ചോദ്യമാണിത്. ഈ ഒരു വിഷയത്തെപ്പറ്റി പഠനം നടത്തിയ അമേരിക്കയിലെ ചാപ്മാൻ യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂമൻ സെക്ഷ്വാലിറ്റിയും ഹെൽത്ത് സൈക്കോളജി പ്രൊഫസറുമായ പ്രൊഫസർ ആഷ്ലി വെല്ലറാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അധ്യാപക ജോലിയോടൊപ്പം തന്നെ പ്രൊഫസർ വെല്ലറിന് വാട്ട്സ് യുവർ പൊസിഷൻ എന്ന പേരിൽ ഒരു പോഡ്കാസ്റ്റ് കൂടിയുണ്ട്. ലൈംഗികതയെപ്പറ്റിയും ബന്ധങ്ങളെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും ഒക്കെ വളരെ രസകരമായിട്ട് സംഭാഷണം നടത്തുന്ന ആ പോഡ്കാസ്റ്റിൻ്റെ ശ്രോതാക്കളിൽ ഒരു വലിയ വിഭാഗം ഇന്ത്യക്കാരാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. കാലഹരണപ്പെട്ട പഠനങ്ങളും സദാചാരവും ഒക്കെ വൈദ്യശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് തള്ളുന്ന ഒരു വിഭാഗം ആളുകളാണ് കേരളത്തിൽ സെക്സോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞ ബോർഡും വെച്ചിരിക്കുന്ന 99% ഡോക്ടർമാർ. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒന്നും ഡോക്ടർമാരെ ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു മേഖലയിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ശരിയായ അറിവും കൗൺസിലിങ്ങും മാത്രം മതി. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സ്വയംഭോഗമായാലും പങ്കാളിയുമായിട്ടുള്ള സെക്സ് ആയാലും സെക്സിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഇന്ന് വളരെയധികം ഗുണങ്ങളുണ്ട് എന്നാണ് പഠനങ്ങൾ പോലും വ്യക്തമാക്കുന്നത്. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കുറയ്ക്കുന്നത് മുതൽ ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിലും സന്തോഷത്തിലുമൊക്കെ ലൈംഗികതയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. പക്ഷേ പലർക്കും അറിയേണ്ട ഒരു ചോദ്യം ഇതിൽ ഏതാണ് കൂടുതൽ സുഖം എന്നാണ്. 2018 ജേർണൽ ഓഫ് സെക്ഷൽ മെഡിസിൻ സ്ത്രീകളും സ്വയംഭോഗവും എന്ന പേരിൽ ഒരു പഠനം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൽ അവർ എടുത്തു പറഞ്ഞത് സ്ത്രീകൾക്ക് പങ്കാളിയുമായിട്ടുള്ള ഒരു സെക്സിനെ അപേക്ഷിച്ച് വേഗത്തിൽ രതിമൂർച്ചയിൽ എത്താൻ സാധിക്കുന്നത് സ്വയംഭോഗത്തിലൂടെയാണ് എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് പങ്കാളിയുമായിട്ടുള്ള സെക്സിൽ താല്പര്യം കുറയും എന്നാണോ? ഈ സ്വയംഭോഗമാണോ പങ്കാളിയുമായിട്ടുള്ള സെക്സ് ആണോ കൂടുതൽ സുഖകരമെന്ന് ചോദിക്കുന്ന പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇത് രണ്ടിനും രണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് എന്നുള്ള വസ്തുതയാണ്. ഉദാഹരണത്തിന് ചില ആളുകൾ സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നത് മാനസികമായിട്ടുള്ള സമ്മർദ്ദവും പിരിമുറുക്കവും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയും സുഖമായിട്ട് ഉറങ്ങുന്നതിന് വേണ്ടിയുമാണെങ്കിൽ വേറെ ചില ആളുകൾ സെക്സിലും സ്വയംഭോഗത്തിലും ഒക്കെ ഏർപ്പെടുന്നത് മത്സരത്തിന് മുമ്പും അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതിന് മുമ്പും ഒക്കെ ആയിരിക്കും. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് അവരുടെ ആ പ്രകടനത്തെ മെച്ചപ്പെടുത്തുകയും എനർജി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ്. അപ്പം ഈ ഒരു വൈരുദ്ധ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും ഈ സെക്സിൻ്റെയും സ്വയംഭോഗത്തിൻ്റെയും ഒക്കെ ഗുണങ്ങളെ കാണുന്നത് ഒരുപോലെയല്ല എന്നുള്ള സത്യം. സ്വയംഭോഗം എന്ന് പറയുന്നത് സ്വന്തം ശരീരവുമായിട്ട് സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു സമ്മതമാണ്. 1-2 മിനിറ്റിനുള്ളിൽ സ്വയംഭോഗം ചെയ്ത് അവസാനിപ്പിച്ച ശേഷം ഓഫീസിൽ പോകുന്നവരുണ്ട്. എന്നാൽ പങ്കാളിയുമായിട്ടുള്ള ഒരു സെക്സ്, ആ ലൈംഗിക പ്രവൃത്തി ഒരുമിച്ച് അനുഭവിക്കാനുള്ള ഒരു സമ്മതമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ രണ്ട് പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും നിങ്ങളുടെ തലച്ചോറിൽ റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസായ ഡോപ്പോമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ എല്ലാം ഒന്ന് തന്നെയാണ്. ഒരു MRI സ്കാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും നിങ്ങളുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നത് ഒരേ പ്രദേശം തന്നെയാണ് എന്ന് കാണുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വ്യത്യാസം, വേറൊരു വ്യക്തിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ അവിടെ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സുഖവും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. കാരണം അവിടെ ആ ലൈംഗിക ബന്ധത്തിലൂടെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒരു വൈകാരിക അടുപ്പവും ബന്ധവും ഒക്കെയാണ് സൃഷ്ടിക്കുന്നത്. ഈ ഒരു അനുഭവത്തെ നമ്മുടെ തലച്ചോറ് വ്യാഖ്യാനിക്കുന്നത് സ്വയംഭോഗത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. ഈ സ്വയംഭോഗം പെട്ടെന്ന് അവസാനിപ്പിച്ച് പോകാൻ ശ്രമിക്കുന്ന പുരുഷന്മാർ, അതായത് 1-2 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിച്ച് പോകാൻ ശ്രമിക്കുന്ന പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഈ ഒരു സ്വയംഭോഗ രീതി നിങ്ങൾ ശീലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ പങ്കാളിയുമായിട്ട് ഒരു ദാമ്പത്യ ബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ആ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് അതൊരു ശീഘ്രസ്ഖലനമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ സമയമെടുത്ത് കൈ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഈ സ്വയംഭോഗത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖവും പങ്കാളിയുമായിട്ടൊരു സെക്സിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന സുഖവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യത്യാസമാണ് രതിമൂർച്ചയിൽ ഉണ്ടാകുന്ന വ്യത്യാസവും. എന്താണ് ഈ രതിമൂർച്ചയിൽ ഉണ്ടാകുന്ന വ്യത്യാസം? ഒരു സ്ത്രീയോ പുരുഷനോ ഒക്കെ ഓരോ തവണയും സെക്സിൽ ഏർപ്പെടുമ്പോൾ അനുഭവപ്പെടുന്ന രതിമൂർച്ച ആ പങ്കെടുക്കുന്ന ലൈംഗിക പ്രവൃത്തിക്കനുസരിച്ചും ആ വ്യക്തികൾ തമ്മിൽ അന്നേരം നിലനിൽക്കുന്ന ബന്ധത്തിനനുസരിച്ചുമൊക്കെ വ്യത്യാസമുണ്ടാവും. ഉദാഹരണത്തിന് ഒരു ദീർഘകാല ദാമ്പത്യ ബന്ധത്തിൽ ജീവിക്കുന്ന ദമ്പതികൾ തമ്മിലുള്ള ഒരു സെക്സിൽ നിന്ന് ലഭിക്കുന്ന സുഖമായിരിക്കില്ല താൽക്കാലികമായിട്ട് ഒരു സെക്സിന് വേണ്ടി മാത്രം ഏർപ്പെടുന്ന ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖം. ഇത് രണ്ടും രണ്ടാണ്. അത് ആ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സാഹചര്യത്തെയും മാനസിക നിലയെയും പങ്കാളിയെയും ഒക്കെ ആശ്രയിച്ച് ഓരോ തവണയും വ്യത്യാസമായിരിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് വളരെയധികം ആനന്ദകരമായിട്ടുള്ള ഒരു അനുഭവമാണ് രതിമൂർച്ചയിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ അടുത്ത തവണ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല.
കാരണം നമ്മുടെ ശരീരം ഓരോ തവണയും രതിമൂർച്ച അനുഭവിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പ്രൊഫസർ വെല്ലർ പറഞ്ഞ ഒരു ഉദാഹരണം, ചിലപ്പോൾ നമ്മൾ തുമ്മുമ്പോൾ വളരെ സുഖം തോന്നും, വേറെ ചിലപ്പോൾ അത് തോന്നത്തുമില്ല. ഈ ഒരു വ്യത്യാസം പോലെയാണ് രതിമൂർച്ചയുടെ കാര്യവും. അപ്പോൾ ഇനി നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? സ്വയംഭോഗത്തിലൂടെ രതിമൂർച്ചയിൽ എത്തുന്നതാണോ, പങ്കാളിയുമായിട്ടൊരു സെക്സിലൂടെ രതിമൂർച്ചയിൽ എത്തുന്നതാണോ, ഏതാണ് കൂടുതൽ സുഖം? ഈ ഒരു ചോദ്യം പഠനങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ പലതവണ പുരുഷന്മാരോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ അപ്പോഴൊന്നും തന്നെ എനിക്ക് ഇതിനൊരു വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സുഖവും താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.